വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 31-ാം വാക്യത്തിൽ പറയുകയാണ്, സകല ജനത്തിനും വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ എന്നുള്ള വിഷയമാണ്. കാലിത്തൊഴുത്തിൽ കണ്ടത് കാൽവരിയിൽ വെളിപ്പെട്ടു. എന്താണ് കാലിത്തൊഴുത്തിൽ കണ്ടതും കാൽവരിയിൽ വെളിപ്പെട്ടതും? ഈശോയുടെ പീഡാസഹനമാണ്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ വെളിപ്പെട്ടത് നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ പീഡാസഹനമാണ്. ആ പീഡാസഹനമാണ് നമുക്ക് ആന്തരിക സൗഖ്യവും ശാരീരിക സൗഖ്യവും ആത്മരക്ഷയും വെളിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവ് കാലിത്തൊഴുത്തിലേക്ക് ഈ എളിയ ദാസനെ കൊണ്ടുപോയായിരുന്നു പ്രിയപ്പെട്ടവരെ. അവിടെയാണ് കർത്താവിൻ്റെ ആഴമായ സ്നേഹവും കരുണയും പ്രകടമാകുന്നത് എനിക്ക് വെളിപ്പെട്ടത്. കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെ ഈശോയുടെ പീഡാസഹനങ്ങൾ കടന്നുപോയി. ആ പീഡാസഹനമാണ് നമ്മുടെ ആന്തരിക സൗഖ്യവും ശാരീരിക സൗഖ്യവും ആത്മരക്ഷയും വെളിപ്പെടുത്തുന്നത് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി. അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് 2 തരത്തിലുള്ള പീഡകളുണ്ട്. ഒന്ന് ശാരീരികം, 2 മാനസികം. ശരീരത്തിലേൽക്കുന്ന പീഡകൾക്കും മുറിവുകൾക്കും രോഗങ്ങൾക്കും ഈ ലോകത്തിന് മെഡിസിനുണ്ട്. ശരീരത്തിൻ്റെ വേദനകളെ അകറ്റുവാനായി പെയിൻ കില്ലർ കഴിച്ചോ മറ്റ് മെഡിസിൻ എടുത്തോ വേദനകൾ അകറ്റാൻ എളുപ്പമാണ്. ചില രോഗങ്ങൾ പിടിപെട്ട് മരണം നമ്മളെ സമീപിക്കുമ്പോൾ, ശരീരത്തിൻ്റെ പീഡകൾ അസംഖ്യമാകുമ്പോൾ ഏതൊരു മനുഷ്യനും ജീവിക്കുവാനുള്ള കൊതി കാണും. അതാണ് പല മനുഷ്യരും അങ്ങേയറ്റം വരെ തൻ്റെ വ്യക്തിത്വം പോലും മാനിക്കാതെ ആത്മാഭിമാനത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി അനേകരുടെ മുമ്പിൽ കൈനീട്ടേണ്ടി വരുന്നത്. മീഡിയകളിലൂടെ പോലും ഈ കാലഘട്ടത്തിൽ സഹായത്തിനു വേണ്ടി ഒരു മനുഷ്യൻ കേഴുന്നുവെങ്കിൽ ജീവിക്കാനുള്ള ആശ കൊണ്ടാണ്. എന്നാൽ മനസ്സിലേറ്റ മുറിവുകൾക്ക് ഇന്നുവരെയും ഒരു മെഡിസിനും കണ്ടുപിടിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ്റെ മനസ്സിന് മുറിവേറ്റ് കഴിഞ്ഞാൽ, ജീവിതത്തിൻ്റെ ഒരു യാത്രയുടെ മധ്യത്തിൽ വെച്ച് മനസ്സിന് ഷോക്കേറ്റ് കഴിഞ്ഞാൽ, അത് പാവപ്പെട്ടവനാണെങ്കിലും സമ്പന്നനാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിലും ക്ഷയിച്ചവനാണെങ്കിലും വിദ്യാസമ്പന്നനാണെങ്കിലും വിദ്യാഹീനനാണെങ്കിലും ആ മനുഷ്യൻ പിന്നെ ജീവിക്കാനുള്ള ആശ പോലും നഷ്ടപ്പെട്ടു പോകും. അതാണ് ഒരു ദിവസം നമ്മൾ കേൾക്കാനിടയാകുന്നത്, അതിസമ്പന്നനും ശാസ്ത്രജ്ഞനും കൂലിപ്പണിക്കാരനും 75 വയസ്സുള്ളവരും യുവാക്കളും കുഞ്ഞുകുട്ടികൾ പോലും ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, അത് മനസ്സിലേറ്റ ഷോക്കാണ്. മനസ്സിലേറ്റ ഷോക്കുകൾക്ക് ഇന്നുവരെയും സൗഖ്യം തരുവാൻ വേണ്ടി മെഡിസിൻ കണ്ടുപിടിച്ചിട്ടില്ല. അതിനൊരേ ഒരു മെഡിസിനാണ് ഈശോയുടെ പീഡാസഹനം. ലോകചരിത്രത്തിൽ സകല മനുഷ്യൻ്റെയും മനസ്സിന് ഷോക്കേറ്റിട്ടുണ്ട്. ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ മുറിവുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് മനസ്സിലാക്കിയ ജോബ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇത്രമാത്രം തകർന്നു പോയ ഒരു മനുഷ്യനെ കാണാനില്ല. ജോബിൻ്റെ ശരീരത്തിൽ മാത്രമല്ല മനസ്സിൽ മുറിവേറ്റത്, മനസ്സും തകർന്നുപോയി. അതാണ് ജോബ് 24:12 പറയുന്നത്, മുറിവേറ്റവരുടെ പ്രാണൻ സഹായത്തിന് വേണ്ടി കേഴുകയാണ്. ജോബ് 10:18 ചോദിക്കുകയാണ്, അമ്മയുടെ ഉദരത്തിൽ നിന്നും അങ്ങ് എന്തിനാണ് എന്നെ പുറത്തു കൊണ്ടുവന്നത്? ജന്മം ലഭിക്കാത്തവനെ പോലെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എന്നെ എടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ജോബിൻ്റെ വിലാപമാണ് അവിടെ കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ജോബിൻ്റെ കൈപ്പേറിയ അനുഭവത്തിൽ നിന്നും ജോബ് പറയുകയാണ്, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ എടുക്കാമായിരുന്നല്ലോ എന്ന്. അങ്ങനെ സകല പ്രവാചകന്മാരുടെയും വിലാപങ്ങൾ മനസ്സിലേറ്റ മുറിവിൽ നിന്നും രൂപപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ജെറമിയ പറയുകയാണ് 3:19 എൻ്റെ കഷ്ടതയുടെയും അലച്ചിലിൻ്റെയും ഓർമ്മ കൈപ്പേറിയ വിഷമാണ്. അതിനെപ്പറ്റി ചിന്തിച്ചു എൻ്റെ മനം തകരുകയാണ്. അതിനെപ്പറ്റി നിരന്തരം ചിന്തിച്ചു എൻ്റെ മനം തകരുകയാണ്. ജെറമിയ 10:19 പറയുന്നു, എനിക്ക് കഷ്ടം, ദാരുണമായ മുറിവ്, അത് ഞാൻ സഹിച്ചേ മതിയാകത്തോളം. എൻ്റെ കൂടാരം തകർന്നു പോയിരിക്കുന്നു. മനുഷ്യൻ്റെ മനസ്സിന് മുറിവേൽക്കുമ്പോൾ ശരീരമാകുന്ന കൂടാരമാണ് തകർന്നു പോകുന്നത്. അത് ആര് തന്നെയായാലും. അതാണ് മനുഷ്യ മനസ്സിന് ഷോക്കേറ്റ് കഴിയുമ്പോൾ, മുറിവേറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇരിക്കാനൊരിടം തേടുന്നു, ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്നും വലിഞ്ഞു മാറുന്നു, ഒന്നിനോടൊരു സന്തോഷം തോന്നുന്നില്ല. അത് ശരീരത്തെയാണ് വാദിക്കുന്നത്. അതാണ് ജെറമിയ വ്യക്തമായി പറയുന്നത്, എനിക്ക് മുറിവേറ്റിരിക്കുന്നു.
ദാരുണമായ മുറിവ്, അത് ഞാൻ സഹിച്ചേ മതിയാകത്തുള്ളൂ. എൻ്റെ കൂടാരം തകർന്നു പോയിരിക്കുന്നു. സുഭാഷിതങ്ങളിലും പറയുന്നുണ്ട്, പ്രിയപ്പെട്ടവരെ, രണ്ട് തരത്തിലുള്ള വേദനകൾ ഒരു മനുഷ്യനെ ഞെരുക്കുകയാണ്. പൂർവ്വകാല സംഭവങ്ങൾ ഓർത്ത് അവൻ ഞെരുങ്ങുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ മനുഷ്യകുലത്തിൻ്റെ മനസ്സുകൾക്കേറ്റ മുറിവ് മുതൽ ശരീരത്തിലേറ്റ മുറിവുകൾ വരെയും സുഖപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ കർത്താവായ ഈശോ മിശിഹാ കാലിത്തൊഴുത്ത് മുതൽ കാൽവരി മല വരെയും പീഡനങ്ങളിലൂടെ കടന്നുപോയി. യേശു ആദ്യം ഏറ്റുവാങ്ങിയത് ലോകം മുഴുവൻ്റെയും മനസ്സിലേറ്റ മാനസിക പീഡകളാണ് യേശു മനസ്സിൽ വഹിച്ചുകൊണ്ട് കടന്നുപോയത്. അമ്മയുടെ ഉദരം മുതൽ ഗെത്സമൻ തോട്ടം വരെയും ഈശോ സഹിച്ചത് മനസ്സിലാണ്. ആ മനസ്സിലേറ്റ മുറിവുകൾ മനുഷ്യ മനസ്സുകളിലേറ്റ മുറിവുകളുടെ സൗഖ്യമായി രൂപപ്പെട്ട്, അതുകൊണ്ട് ഒരു മനുഷ്യനും പറയാൻ സാധിക്കുകയില്ല എൻ്റെ വേദന കർത്താവിന് മനസ്സിലാവില്ല, എൻ്റെ ദുഃഖം ആർക്കും മനസ്സിലാവില്ല, എൻ്റെ സങ്കടങ്ങൾ, എൻ്റെ ഒറ്റപ്പെടലുകൾ, എൻ്റെ അടിച്ചമർത്തകൾ, എൻ്റെ ആത്മാഭിമാനത്തിൻ്റെ ക്ഷതങ്ങൾ ദൈവത്തിന് പോലും മനസ്സിലാവില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ലയോ ദൈവ പൈതലേ, നിൻ്റെ സഹനങ്ങളും നിൻ്റെ മുറിവുകളും നിൻ്റെ വേദനകൾക്കും യേശുവിനെ മനസ്സിലാകത്തോളൂ, യേശുവിനെ സുഖപ്പെടുത്താൻ കഴിയത്തോളൂ, യേശുവിന് മാത്രമേ പരിഹരിക്കാൻ കഴിയുള്ളൂ. അത് നമ്മൾ കടന്നുപോയാണ് പ്രിയപ്പെട്ടവരെ. ലോകത്തിൽ ഇത്രമാത്രം പീഡകളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയെ യേശുവിനെ പോലെ വേറെ ആരുമില്ല. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. കാലിത്തൊഴുത്തിൽ കർത്താവ് ജനിക്കുന്നതിന് മുമ്പ് മുതൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അമ്മയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുത്തപ്പോൾ മറിയത്തിൻ്റെ ആത്മാഭിമാനത്തെയാണ് ചോദ്യം ചെയ്തത്. പരിശുദ്ധ അമ്മയുടെ, അതായത് യേശുവിൻ്റെ അമ്മയുടെ ചാരിത്ര്യ ശുദ്ധിയെ ചോദ്യം ചെയ്തപ്പോൾ യേശു തന്നെയാണ് ഉദരത്തിൽ കടന്നുകൊണ്ട് മാനസിക പീഡകളിലൂടെ കടന്നുപോയത്. തെറ്റിദ്ധരിക്കപ്പെട്ട് സകല വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ട സമയത്തും യേശുവിൻ്റെ മനസ്സാണ് തകർന്നു പോയത്. യേശുവിൻ്റെ മനസ്സിലാണ് പീഡകൾ ഏറ്റുവാങ്ങിയത്. അതുകൊണ്ട് അമ്മയുടെ ഉദരം മുതൽ ജനനം വരെ ഒരു കാലഘട്ടത്തിൽ ഒരു കുഞ്ഞിൻ്റെ ശരീരവും മനസ്സും ബുദ്ധിയും ഓർമ്മയും രൂപപ്പെടുന്നത് അമ്മയുടെ ഉദരം മുതലാണ്. അമ്മയുടെ ഉദരം മുതൽ ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയം വരെയുള്ള സകല മുറിവുകൾക്കും സകല വേദനകൾക്കും യേശു അമ്മയുടെ ഉദരം മുതൽ കടന്നുപോയായിരുന്നു. മത്തായിയുടെ സുവിശേഷം 2-ാം വാക്യം പറയുകയാണ്, ജ്ഞാനികൾ തന്നെ കബളിപ്പിച്ചു എന്ന് മനസ്സിലാക്കി ഹേറോദോസ് രോഷാകുലനായി സമീപ പ്രദേശങ്ങളിലും അതിൽ 2-ൽ താഴെയുള്ള സകല ആൺകുഞ്ഞുങ്ങളെയും വാളിന് ഇരയാക്കി. യേശുവിൻ്റെ പേരിൽ യേശുവിനെ കിട്ടാത്തതിൻ്റെ വൈരാഗ്യത്തിൽ രോഷാകുലനായ ഹേറോദോസ് ആ പ്രദേശത്തും സമീപ പ്രദേശത്തുമുള്ള ആൺകുഞ്ഞുങ്ങളെ, ഓമനത്തം മാറാത്ത നിഷ്കളങ്കമായ കുഞ്ഞുങ്ങളെ വാളിനിരയാക്കിയപ്പോൾ യേശുവിൻ്റെ ഹൃദയമാണ് പിടഞ്ഞത്, യേശുവിൻ്റെ മനസ്സാണ് തകർന്നത്. യേശുവിൻ്റെ ഹൃദയം പിടയുകയും യേശുവിൻ്റെ മനസ്സ് തകരുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, അതേ കർത്താവിൻ്റെ ഹൃദയം ഇന്നും തകരുകയാണ്. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളെ ലോകത്തിൽ മിക്സിയിലിട്ടടിക്കുന്നത് പോലെ ജ്യൂസ് പരുവത്തിൽ മെഡിസിൻ കഴിച്ചും അല്ലാതെയും അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ച് വാളിനിരയാക്കുന്നത് പോലെ മെഡിസിനിലൂടെയും കത്തികളിലൂടെയും അബോർഷൻ എന്ന മാരക പാപം ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ പിടയുന്നത് യേശുവിൻ്റെ മനസ്സാണ്. ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ ഹൃദയമാണ്. ഹേറോദോസ് കൊലപ്പെടുത്തുന്ന സമയത്ത് ഹേറോദോസ് അല്ല കൊന്നത്, ഹേറോദോസ് അയച്ച ആളുകളാണ് ആ പൈതങ്ങളെ കൊന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് കൊല്ലാൻ കൂട്ടുനിൽക്കുന്ന ഡോക്ടർമാരും അതിന് സഹകരിക്കുന്ന നേഴ്സസും അതിനുവേണ്ടി വിധേയപ്പെടുന്ന സകല വ്യക്തികളും വർദ്ധിപ്പിക്കുന്നത് യേശുവിൻ്റെ പീഡകളെയാണ്, യേശുവിൻ്റെ സഹനത്തെയാണ്. ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ശക്തരാണെങ്കിൽ നിങ്ങളെ തകർക്കാൻ നിങ്ങളുടെ ശത്രുവിന് കഴിയുകയില്ല. എന്നാൽ നിങ്ങളെ തകർക്കണമെങ്കിൽ, നിങ്ങളെ ഇഞ്ചിഞ്ചായി പീഡിപ്പിക്കണമെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങളുടെ ശത്രു കൈവച്ചാൽ മതി. അത് നിങ്ങളുടെ ഉറക്കം കെടുത്തും. നിങ്ങളുടെ പേരിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അവൻ തകർക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തും, നിങ്ങളുടെ പീഡകൾ വർദ്ധിപ്പിക്കും. ആ പീഡകൾ ശാരീരികമായിരിക്കില്ല, ആ പീഡകൾ മാനസികമായിരിക്കും. യേശുവിൻ്റെ പേരിൽ വധിക്കപ്പെട്ട ഏതാനും കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങളെ ഓർത്ത് ബാലനായ യേശുവിൻ്റെ മനസ്സ് എത്രമാത്രം തകർന്നു എന്ന് നമ്മൾ ധ്യാനിക്കേണ്ടിയിരിക്കുന്നു.
എത്രമാത്രം ഇന്നും തകർക്കപ്പെടുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുകയാണ്. അതിനാൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പീഡകൾ അസംഖ്യമാണ്. അത് പിലാത്തോസിൻ്റെ ഭവനം മുതൽ കുരിശു മരണം വരെയുമല്ല, അത് കാലിത്തൊഴുത്ത് മുതൽ കുരിശു മരണം വരെയുമാണ് ആ പീഡകൾ വെളിപ്പെട്ടത്. ആ പീഡകളാണ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെയും ഇത് പറയുന്ന എൻ്റെയും സൗഖ്യം. ആ പീഡകളിലൂടെയാണ്, ആ പീഡസഹനത്തിലൂടെയാണ് എനിക്കും നിങ്ങൾക്കും ആത്മരക്ഷ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കാം പ്രിയപ്പെട്ടവരെ. സത്രത്തിൽ അവന് ഇടം കിട്ടിയില്ല. സത്രത്തിൽ അവന് ഇടം കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സകല വാതിലുകളും കൊട്ടി അടയ്ക്കപ്പെട്ടതിൻ്റെ രഹസ്യം ഇതാണ്: മറിയം നിയമപരമായല്ല യേശുവിന് ജന്മം നൽകിയത്. ഇങ്ങനെ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറിയം നിയമവിരുദ്ധമായിട്ടാണ്, ക്രമം തെറ്റിയാണ് യേശുവിന് ജന്മം നൽകിയെന്ന് ആ സമൂഹം മുഴുവൻ വിധിയെഴുതി. എന്തുമാത്രം ആത്മാഭിമാനത്തിന് മറിയത്തിന് ക്ഷതമേറ്റോ അതിനേക്കാൾ അതിഭയാനകമായി യേശുവിൻ്റെ മനസ്സിന് ക്ഷതമേറ്റ് കഴിഞ്ഞു. യേശുവിൻ്റെ വളർച്ചയുടെ കാലഘട്ടത്തിൽ കുടുംബ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചു. അത് തച്ചൻ്റെ മകനല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നെ കേൾക്കുന്ന നിങ്ങളുടെയും ഒരുപക്ഷെ എൻ്റെ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മുടെയൊക്കെ കുടുംബ പാരമ്പര്യത്തിൻ്റെ പേരിൽ സമൂഹത്തിൽ നമ്മൾ തലകുനിക്കപ്പെട്ട് കാണും. നമ്മുടെ അപ്പൻ്റെ പേരിൽ, നമ്മുടെ അമ്മയുടെ പേരിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ ഇല്ലായ്മയുടെ പേരിൽ, വിവിധ രൂപത്തിൽ നമ്മുടെ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആത്മാഭിമാനത്തെ കീറി മുറിച്ച് കാണും. നമുക്ക് ഈ മുറിവുണ്ടാവുമെന്ന് യേശു മുൻകൂട്ടി കണ്ടതുകൊണ്ടായിരിക്കണം ഇതെല്ലാം ഈശോ ഏറ്റെടുത്തുകൊണ്ട് കടന്നുപോയത്. നമ്മളത് ഏറ്റെടുക്കുമ്പോൾ നമുക്കിത് ഏറ്റെടുക്കുവാനോ കടന്നു പോകാനോ പറ്റില്ല. നമ്മുടെ മനസ്സിൻ്റെ താളപ്പിഴ തെറ്റുമെന്ന് കണ്ടുകൊണ്ടായിരിക്കണം നമ്മുടെ താളപ്പിഴകൾ തെറ്റാതെ നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുവാൻ, നമ്മൾ യേശുവിനെ ദർശിക്കുവാൻ, ആ ദർശനം വഴി സൗഖ്യത്തിലേക്ക് കടന്നു വന്ന് അപ്പൻ്റെ മക്കളായി അപ്പനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ഈ കർത്താവ് കടന്നുപോയത്. പ്രിയപ്പെട്ടവരെ, വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ യേശു അത്രമാത്രം ക്ഷതമേറ്റപ്പെട്ട ഒരു വ്യക്തിയാണ്. യോഹന്നാൻ 7:15 പറഞ്ഞില്ലേ, ഒന്നും പഠിച്ചിട്ടില്ലാതിരിക്കെ ഇത്രയും വലിയ അറിവ് ഇവൻ എവിടെ നിന്നാണ് കിട്ടിയത്? പൊതുജനത്തിൻ്റെ മുമ്പിൽ വെച്ച് വിദ്യാഹീനനെന്ന് വിധി എഴുതി തള്ളുകയാണ്. ഇവനൊന്നും പഠിച്ചിട്ടില്ല, ഇവൻ സ്കൂളിൽ പോയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്കൊത്ത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ല എങ്കിൽ, നിങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങൾക്ക് വളരാൻ പറ്റിയില്ല എങ്കിൽ, നിങ്ങളുടെ കുറവുകളുടെ പേരിലോ നിങ്ങളുടെ കഴിവുകേടുകളുടെ പേരിലോ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേലിലോ നിങ്ങൾ ഈ ലോകത്തിൽ ഏറ്റവും ചെറുതായി പോയെങ്കിൽ നിങ്ങളെക്കാൾ ചെറുതായവനുണ്ടോ എന്ന് പറയാൻ വേണ്ടിയാണ് ഈ സുവിശേഷം ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഈശോ അത് ഏറ്റെടുത്തതാണ്. അതുകൊണ്ട് ഈശോ പ്രായത്തിലും ജ്ഞാനത്തിലും വളർന്നു വന്നുകൊണ്ട് പോലെ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നുകൊണ്ട് ലോകത്തിൽ വിജയക്കൊടി പാറിച്ചതുപോലെ നമുക്ക് ആ ക്രിസ്തുവിനെ നോക്കിയിട്ട് പരാജിതനെ പോലെ നമ്മൾ കടന്നു പോകാതെ വിജയിച്ചവനെ പോലെ നമുക്ക് കടന്നു പോകാൻ ഈശോ നമുക്ക് വേദി ഒരുക്കി തരികയാണ്. അതുകൊണ്ട് ആർക്കും പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ വേദന നമുക്കേ മനസ്സിലാവത്തുള്ളൂ, ഈശോയ്ക്ക് മനസ്സിലാവില്ല എന്ന്. എന്നാൽ ഞാൻ പറയുന്നത് ഈശോയ്ക്കേ മനസ്സിലാകത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, കഴിക്കാൻ ഭക്ഷണമില്ലായിരുന്നു, ഉടുക്കാൻ വസ്ത്രമില്ലായിരുന്നു, കിടക്കുവാൻ പാർപ്പിടമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ അവസ്ഥയിലൂടെ എല്ലാം കടന്നുപോയി. ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ ആത്മാഭിമാനത്തിന് ക്ഷതമേറ്റ അനേക മനുഷ്യർ ഡിപ്രഷനിലൂടെ വീട്ടിൻ്റെ ഉള്ളിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് കഴിയുകയാണ്. പുറത്ത് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ജയിലുകളിൽ കഴിയുന്നുണ്ട് പല മനുഷ്യരും. വ്യക്തിപരമായി എനിക്കറിയാം, ഒരു തെറ്റും ചെയ്യാത്ത ഒരു വ്യക്തിനെ ഒരു പോസ്കോ കേസിൽ അകത്താക്കുമ്പോൾ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ജയിലറകളിൽ കിടന്നുകൊണ്ട് ലോകത്തിൻ്റെ മധ്യത്തിൽ അനുഭവിക്കുന്ന പീഡ അസംഖ്യം വലുതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മുമ്പേ ലൂക്കാ 7:36 മുതലുള്ള തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഷിമിയോൻ്റെ വീട്ടിൽ വെച്ചൊരു സ്ത്രീ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി യേശുവിൻ്റെ കാൽപാദത്തിൻ്റെ അരികിൽ നിൽക്കുമ്പോൾ അവർ കരഞ്ഞ് അവൾ വേറൊരു ലോകത്തിലേക്കാവുമ്പോൾ യേശുവിൻ്റെ ശരീരത്തോട് ചേർന്ന് നിൽക്കുകയാണ്. യേശുവിൻ്റെ ശരീരത്തോട് ചേർന്ന് നിന്ന ഈ സ്ത്രീനെയും യേശുവിനെയും വെച്ചുകൊണ്ട് ഷിമിയോൻ പറയുന്നുണ്ട്, ഇവനൊരു പ്രവാചകനാണോ? ഇവനെ സ്പർശിക്കുന്ന സ്ത്രീ ഏത് തരക്കാരിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനത് അനുവദിക്കില്ലായിരുന്നു. അവിടെയും തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സോഷ്യൽ മീഡിയ ഇല്ലാതിരിക്കെ ആൾക്കൂട്ടത്തിൻ്റെ മധ്യത്തിൽ വെച്ച് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അവിടെ യേശുവിൻ്റെ മനസ്സിനാണ് പീഡ ഏറ്റുവാങ്ങിയത്, യേശുവിൻ്റെ ഹൃദയത്തിലാണ് മുറിവേറ്റു വാങ്ങിയത്. പ്രിയപ്പെട്ടവരെ, ആ മുറിവാണ് ഈ മേഖലകളിലൂടെ സഞ്ചരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും സൗഖ്യം. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് സൗഖ്യമുണ്ട് പ്രിയപ്പെട്ടവരെ.
കർത്താവിൽ നമുക്ക് വിടുതലുണ്ട്. സൗന്ദര്യത്തിൻ്റെ പേരിൽ, രൂപഭംഗിയുടെ പേരിൽ ഇന്ന് എത്രയോ മനുഷ്യരാണ് അപകർഷബോധത്തിലേക്ക് മാറുന്നത്. അതുകൊണ്ട് മനുഷ്യനെന്ന് മുറിവ് നിമിത്തം, ഷോക്ക് നിമിത്തം ശരീരത്തിൽ രൂപഭാവം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ള ശരീരത്തിൻ്റെ സൗന്ദര്യത്തെ ആത്മാവിൽ വികസിപ്പിച്ചെടുക്കുന്നതിനേക്കാൾ ഭാഗ്യമായ സൗന്ദര്യത്തെ അലങ്കാരമാക്കി മാറ്റുവാൻ വേണ്ടി രൂപഭാവം മാറ്റിയിട്ട് മനുഷ്യൻ വികൃതമായി തീരുകയാണെന്ന് ഞാൻ പണ്ടൊരിക്കൽ ഒരു വാക്കുകൾ ഓർക്കുകയാണ്. ശ്രദ്ധിക്കപ്പെടുവാൻ വേണ്ടി മനുഷ്യൻ പലതും ചെയ്തു കൂട്ടി, എന്നാൽ അവൻ അറിയുന്നില്ല അവൻ ശ്രദ്ധിക്കപ്പെടുകയല്ല, അവഗണിക്കപ്പെടുകയാണെന്ന്. ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി നമ്മൾ പലതും ചെയ്തു കൂട്ടുമ്പോൾ ശരിക്കും ശ്രദ്ധിക്കപ്പെടുന്നില്ല, അവമാനം ഏറ്റുവാങ്ങി അവഗണിക്കപ്പെടുകയാണ് സമൂഹ മധ്യത്തിൻ്റെ മേൽ. എന്നാൽ ഈശോ ഇവിടെ കടന്നുപോയാണ്. ഈ ലോകത്തിലെ ഏത് വികൃത രൂപത്തിൽ കഴിയുന്ന ഒരു മനുഷ്യന് വേണ്ടിയും ശാരീരിക ഭംഗിയിൽ വികൃതമാക്കപ്പെട്ട ഒരു മനുഷ്യനെ അവൻ്റെ ആത്മാവിൻ്റെ സൗന്ദര്യത്തെ പുറത്തു കൊണ്ടുവന്ന് വിശുദ്ധ മാർട്ടിൻ നിപ്പോറസിനെ പോലെ നീഗ്രോ ആയിരുന്ന സൗന്ദര്യവതിയായിരുന്ന പെങ്ങൾ ആങ്ങളെ സ്നേഹിക്കാതെ പോയി. ഓർത്തോണം, ആങ്ങളെ സ്നേഹിക്കാതെ പോയപ്പോഴത്തേന് കാരണം എത്രയേ ഉള്ളൂ, അമ്മ ആഫ്രിക്കക്കാരിയും അപ്പൻ സായിപ്പുമാണ്. അപ്പൻ്റെ സൗന്ദര്യം പെങ്ങൾക്ക്, അമ്മയുടെ സൗന്ദര്യം ആങ്ങളയ്ക്ക്. അതുകൊണ്ട് ഈ സൗന്ദര്യത്തിൻ്റെ പേരിൽ ഈ ബാലൻ തിരസ്കരിക്കപ്പെട്ടൊരു മനുഷ്യനാണ്. ആ ബാലൻ തിരസ്കരിക്കപ്പെടുമ്പോഴും സമൂഹത്തിൻ്റെ മധ്യത്തിൽ തിരസ്കരിക്കപ്പെട്ട യേശുവിൻ്റെ മനസ്സുമായി മാർട്ടിൻ ഡിപ്പോറസ് ഐക്യപ്പെടുവാൻ തുടങ്ങി. മാർട്ടിൻ ഡിപ്പോറസ് ഐക്യപ്പെട്ട് എന്താ സംഭവിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വികൃതമായ മാർട്ടിൻ ഡിപ്പോറസിൻ്റെ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന അതിസൗന്ദര്യവാനായ ആത്മാവിൻ്റെ സൗന്ദര്യം ഉള്ളംകാലം മുതൽ ഉച്ചവരെ പ്രതിഫലിക്കുവാൻ തുടങ്ങി. ആ സൗന്ദര്യം പിന്നെ ലോകത്തെ ഉറ്റുനോക്കാൻ തുടങ്ങി. ഒരു കാലഘട്ടത്തിൽ തിരസ്കരിക്കപ്പെട്ട മാർട്ടിൻ ഡിപ്പോറസിൻ്റെ അരികിലേക്ക് ആയിരക്കണക്കിന് മനുഷ്യരെ ലോകത്തിലെ സൗന്ദര്യത്തിൻ്റെ മേഖലകളാണെങ്കിലും, സമ്പന്നതയുടെ മേഖലകളാണ്, അറിവിൻ്റെ മേഖലകളാണെങ്കിലും, പണ്ഡിതൻ മുതൽ പാവപ്പെട്ടവൻ വരെയും മാർട്ടിൻ ഡിപ്പോറസിനെ സമീപിക്കുവാൻ തക്ക വിധത്തിലെ മാർട്ടിൻ ഡിപ്പോറസിൻ്റെ ഉള്ളിലുള്ള ആന്തരികമായ സൗന്ദര്യത്തെ പുറത്തെടുക്കുവാൻ വേണ്ടി ഈശോയുടെ ശാരീരിക സൗന്ദര്യത്തെ വികൃതമാകാൻ വേണ്ടി വിട്ടുകൊടുത്തതാണ്. അതാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ 52-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, അവനെ കണ്ടവർ അമ്പരന്നുപോയി. അവനെ കണ്ടവർ അമ്പരന്നുപോയി. മനുഷ്യനെന്ന് തോന്നിക്കാത്ത വിധം അവൻ വിരൂപനാക്കപ്പെട്ടിരുന്നു. മനുഷ്യനെന്ന് തോന്നിക്കുവാൻ പോലും പറ്റാത്ത വിധത്തിലേ അവൻ വികൃതമാക്കപ്പെട്ടിരുന്നു. നമ്മൾ ചില മനുഷ്യരെ ഈ ലോകത്തിൽ കാണുമ്പോൾ, ചില മനുഷ്യനെ കാണുമ്പോൾ ഈ ലോകത്തിൻ്റെതായ മനുഷ്യർക്ക് ഒരു അറപ്പും ഒരു വെറുപ്പും തോന്നും. കാരണം അവളെ കണ്ടു കഴിഞ്ഞാൽ പ്രത്യേക വികൃതം പോലെയാണ് കാണുന്നത്. ആ മനസ്സുകൊണ്ട് മാറ്റി നിർത്തിയിട്ട് കണ്ടിട്ടും കാണാതെ പോകുന്ന ധാരാളം മനുഷ്യരുണ്ട്. ചില പരിഹാസങ്ങളും നിന്ദനങ്ങളും കൊണ്ട് ആ വ്യക്തിയെ മാറ്റി നിർത്താറുമുണ്ട്. എന്നാൽ ഈശോ ആ വ്യക്തിക്ക് വേണ്ടിയാണ് സുന്ദരനായ കർത്താവ്, ലോകത്തിൻ്റെ സൗന്ദര്യത്തിന് സങ്കല്പിക്കുവാൻ പറ്റാത്ത വിധത്തിൽ സൗന്ദര്യവനായ കർത്താവ് വികൃതമായി പോയെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ലോകത്തിലെ ഒരു മനുഷ്യനും ഒന്നിൻ്റെയും പേരിൽ മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. ലോകത്തിലെ ഒരു മനുഷ്യനും ഒന്നിൻ്റെയും പേരിൽ തിരസ്കരിക്കപ്പെടാൻ പാടില്ല. കാരണം യെശയ്യാ 43:4 നമ്മുടെ കർത്താവ് പറഞ്ഞു, നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും ബഹുമാനീയനുമായതുകൊണ്ട്, നിന്റെ ജീവന് പകരമായി ക്രിസ്തുവിൻ്റെ ജീവൻ കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളിത് പറയണം. യേശുവിൻ്റെ സൗന്ദര്യമാണ് വികൃതമായി പോയെങ്കിൽ ആ വികൃതമാണ് നമ്മുടെ സൗന്ദര്യത്തിൻ്റെ രഹസ്യം. അസംഖ്യം പീഡകളും മനസ്സിൽ അനുഭവപ്പെട്ട് ആ മാനസിക പീഡകൾ ശരീരത്തിനെ ബാധിച്ചു. ശരീരത്തിലെ ജലം മുഴുവൻ പുറത്തേക്ക് പോയി. ഒടുവിൽ ജലത്തിൻ്റെ രൂപത്തിൽ രക്തം പുറത്തേക്ക് വരുന്ന സമയത്ത്, മരണത്തിൻ്റെ നിഴല് യേശുവിൻ്റെ മനസ്സിൽ പറന്നിറങ്ങിയ സമയത്ത് യേശു വന്ന് പത്രോസിനോട് പറയുകയാണ്, പത്രോസേ, 1 മണിക്കൂർ എന്നോടൊപ്പം ഒന്ന് ഉണർന്നിരിക്കുമോ? എൻ്റെ ആത്മാവ് മരണത്തോളം എത്തിയിരിക്കുന്നു. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയാനകമായ അവസ്ഥയാണത്. ജീവിതത്തിൽ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, മാനസിക പീഡകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് എൻ്റെ സ്നേഹിതനൊന്ന് അടുത്ത് വന്നിരുന്നെങ്കിൽ, എന്നെ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ, എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നെങ്കിൽ, അതും കിട്ടാതെ വരുമ്പോൾ നമ്മൾ വല്ലാതെ തകർന്നു പോകും. ഒടുവിൽ നമ്മൾ മനസ്സിലാവും ദൈവം മാത്രമേ ഉള്ളൂ എന്ന്.
പത്രോസിന് അത് കഴിയാതെ വരുന്ന സമയത്ത് യേശു ഗെത്സമൻ തോട്ടത്തിൽ പോയിരുന്നുകൊണ്ട് വീണ്ടും ആവർത്തിച്ച് പിതാവിനോട് പറയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്നും എടുത്തു മാറ്റണമേ, എനിക്കിത് സാധ്യമല്ല. ആദ്യം മുതൽ അവസാനത്തെ മനുഷ്യൻ്റെ വരെയുള്ള സകല പാപങ്ങളും യേശുവിൻ്റെ മനസ്സിലൂടെ പിശാച് കടത്തിവിട്ടൊരു പ്രലോഭനത്തിൻ്റെ രൂപത്തിൽ കടത്തിവിട്ടിട്ട് പിന്നീട് പിലാത്തോസിൻ്റെ ഭവനം മുതൽ കാൽവരി മല വരെയും യേശുവിൻ്റെ ശരീരത്തിൽ സഹിക്കാനിരിക്കുന്ന സകല പീഡകളും ലൈവായിട്ട് മനസ്സുകളിലൂടെ കാണിച്ചു കൊടുത്തിട്ട് പിശാച് പറയുകയാണ്, നിനക്കിത് സാധ്യമല്ല, നിനക്കിത് സാധ്യമല്ല. യേശുവും പറയുകയാണ് ഒരു മനുഷ്യനെന്ന നിലയിൽ, പിതാവേ, എന്നെക്കൊണ്ടിത് സാധ്യമല്ല, ഇത് എടുത്തു മാറ്റണമേ എന്ന്. അപ്പോൾ ഈശോയ്ക്കൊരു ദർശനമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ആ ദർശനമാണ് ഈ ശുശ്രൂഷയുടെ രഹസ്യം. യേശു കാണിയാണ് ആദം മുതൽ അവസാനത്തെ മനുഷ്യൻ്റെ വരെയുള്ള സകല പാപങ്ങളും യേശുവിൻ്റെ കുരിശ്, പിലാത്തോസിൻ്റെ ഭവനം മുതൽ കാൽവരി മല വരെയും ശരീരത്തിലൂടെ വഹിച്ചുകൊണ്ട് 3 ആണികൾ തൂക്കപ്പെട്ടു മണിക്കൂറുകൾ കണക്കിന് തൂങ്ങിക്കിടന്നുകൊണ്ട് ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിയുന്ന സമയത്ത് പിശാചിൻ്റെ ആധിപത്യങ്ങളെ തകർത്ത് അസംഖ്യം കോടിക്കണക്കിന് ആത്മാക്കൾ ഏതൊരു മാരകഭാവത്തിലും കഴിയുന്ന, മാരകഭാവത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന, മന്ത്രവാദത്തിലായിക്കോട്ടെ, കൂടേത്രത്തിലായിക്കോട്ടെ, ആവിചാരത്തിലായിക്കോട്ടെ, ബ്ലാക്ക് മാസിലായിക്കോട്ടെ, സാത്താൻ വർഷിപ്പിലായിക്കോട്ടെ, വ്യഭിചാരത്തിലായിക്കോട്ടെ, അബോർഷനിലായിക്കോട്ടെ, കൊലപാതകങ്ങളിലായിക്കോട്ടെ, അങ്ങനെ മനുഷ്യകുലം ചെയ്ത സകല പാപങ്ങൾക്ക് വേണ്ടി ഈശോ ഒച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് ജീവൻ വെടിയുന്ന സമയത്ത് പിശാചിൻ്റെ ആധിപത്യം എന്നേക്കുമായി തകരുന്നു. അതുവഴി അസംഖ്യം ആത്മാക്കള് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്ന ഒരു ദർശനം ഈശോയ്ക്കുണ്ടാകുമ്പോൾ ഈശോ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, പിതാവേ, എൻ്റെ ഗീതമല്ല അവിടുത്തെ ഗീതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഒരു സമ്പൂർണമായ സമർപ്പണം ഈശോ നടത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സമർപ്പണത്തിന് ശേഷമുള്ള ഈശോയുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കിയേ. പിന്നെ ഈശോയുടെ ശരീരം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞ് പിലാത്തോസിൻ്റെ ഭവനം മുതൽ കാൽവരി മല വരെയും അസംഖ്യം പീഡകളിലൂടെ കടന്നുപോയിട്ടും ഈശോയ്ക്ക് മനസ്സിലൊരു പരിഭവമില്ല, മനസ്സിന് വിഷാദമില്ല, മനസ്സിന് സങ്കടമില്ല. കാരണം അതുകൊണ്ടാണ് പിലാത്തോസ് വിളിച്ചു പറഞ്ഞത്, ഇതാ മനുഷ്യൻ, ഇതാ മനുഷ്യൻ. ഈശോയുടെ ശരീരം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞിട്ടും ഈശോയുടെ ഉള്ളിലുള്ള ആ സമാധാനവും ശാന്തതയും ഈശോയുടെ മുഖത്ത് പ്രതിഫലിക്കുകയാണ്. ആ മുഖത്ത് പ്രതിഫലിച്ച ദൈവീകത പിലാത്തോസ് കണ്ടിട്ടാണ് പറഞ്ഞത്, ഇതാ മനുഷ്യൻ. ആ ദൈവീകത വെളിപ്പെട്ടത് ഗെത്സമൻ തോട്ടത്തിൽ ആ പീഡാസഹനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, മാനസിക അസംഖ്യ പീഡകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത രഹസ്യത്തെക്കുറിച്ച് പറയുന്നത് യെശയ്യാ പ്രവാചകനാണ്. യെശയ്യാ 53:10 പറയുന്നു, അവൻ പാപപരിഹാര ബലിയായി തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ തൻ്റെ സന്തതി പരമ്പര ദീർഘായുസ് പ്രാപിക്കുമെന്ന് അവിടുന്ന് കണ്ടു. അവൻ പാപപരിഹാര ബലിയായി തന്നെ തന്നെ സമർപ്പിച്ചപ്പോൾ തൻ്റെ സന്തതി പരമ്പരയിൽ പെടുന്നു. ആന്റണി, തൻ്റെ സന്തതി പരമ്പരയിൽ പെടുന്നു. ഇത് കേൾക്കുന്ന നിങ്ങൾ ആ സന്തതി പരമ്പരയിൽ പെടുന്നു. ഇനി ജനിക്കാനിരിക്കുന്ന അവസാനത്തെ മനുഷ്യനും. അതുകൊണ്ട് ഏതൊരു പാപിക്കും യേശു ക്രിസ്തുവിലൂടെ രക്ഷയുണ്ട്. ഏത് മേഖലയിൽ മനസ്സിനും ആത്മാവിനും ഷോക്കേറ്റ വ്യക്തിക്കും യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൻ്റെ പീഡാസഹനങ്ങളിലൂടെ സൗഖ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിലൂടെ മാത്രമേ സൗഖ്യമുള്ളൂ, യേശുക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഈ രക്ഷയാണ് നമ്മൾ പറയേണ്ടത്. 1 പത്രോസ് 2:24 അവൻ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് കുരിശിലേറി, അത് നാം പാപത്തിൽ മരിച്ച് നീതിയിൽ ജീവിക്കേണ്ടതിനും അവൻ്റെ മുറിവുകളാൽ നിങ്ങൾക്ക് സൗഖ്യം ഉളവാക്കപ്പെട്ടിരിക്കുന്നു. എന്നെ കേൾക്കുന്ന ഈ നോമ്പ് കാലത്ത് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദര, ഏതെങ്കിലും തരത്തിൽ നിന്നെ മാനസികമായ പീഡകളിലൂടെയാണോ കടന്നു പോകുന്നത്, മനുഷ്യന് പരിഹരിക്കാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ ഡിപ്രഷനിലേക്ക് ആ പീഡകൾ തള്ളിക്കൊണ്ടു പോയാണോ, അത് നിന്റെ ഉറക്കം കെടുത്തിയിരിക്കുകയാണോ? യേശുക്രിസ്തു ഗെത്സമൻ തോട്ടത്തിൽ ഈ പീഡകളിലൂടെ കടന്നുപോയപ്പോഴും പത്രോസ് ചെയ്യാനിരുന്ന പാപങ്ങൾ ചെയ്തിട്ട് യൂദാസ് ചെയ്യാനിരുന്ന പാപങ്ങൾ ചെയ്ത് അവന് ഉറങ്ങിയായിരുന്നു. പ്രിയപ്പെട്ടവർ, അവരെല്ലാവരും. എന്നാൽ നിന്റെ ഉറക്കം കടത്തിയവർ ഒരുപക്ഷെ ഉറങ്ങുന്നുണ്ടായിരിക്കാം, നിന്റെ ഉറക്കം കടത്തിയവർ സുഖനിദ്രയിലായിരിക്കാം. എന്നാൽ നിനക്ക് വേണ്ടി ഉണർന്നിരുന്നു കൊണ്ട് പീഡകളിലൂടെ കടന്നുപോയ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെന്ന് നീ വിശ്വസിച്ചു.
നീ തനിച്ചല്ല. മുറിവേറ്റവനെ അറിയത്തോള് മുറിഞ്ഞവൻ്റെ വേദന. തകർന്നു പോയവനെ അറിയത്തോള് തകർന്ന് കിടക്കുന്നവൻ്റെ തകർച്ചയുടെ ആഴം. വീണവനെ അറിയത്തോള് വീഴുന്നവരുടെ വീഴ്ചയുടെ നൊമ്പരം. അതുകൊണ്ട് ഈശോയിൽ നിനക്ക് പരിഹാരമുണ്ട്. ഈശോയിൽ നിനക്ക് പ്രത്യാശയുണ്ട്. ഈശോയിൽ നിനക്ക് സൗഖ്യമുണ്ട്. ഈശോയിലേക്ക് വാ, ആ കാൽവരിയിലേക്ക് നോക്ക്. അവിടെ വെളിപ്പെടും നിന്റെ ആത്മാവിൻ്റെ ഇരുണ്ട വേളകളിലേക്ക് പ്രകാശം ചുഴിന്നിറങ്ങുന്നത്. നീ ആ കാലിത്തൊഴുത്തിലേക്ക് നോക്ക്. അവിടെ കാണും നീ ഇന്ന് അനുഭവിക്കുന്ന സകല നൊമ്പരത്തിനും ഒരു ഉത്തരം. സകല നൊമ്പരങ്ങൾക്കും ആ പരസ്യ ജീവിതത്തിലേക്ക് ഈശോയോടൊപ്പം നിന്റെ ജീവിതയാത്രയുമായി ഒന്ന് യാത്ര ചെയ്യും. ഈ ലോകത്തിൽ നീ ജീവിച്ച് യാത്ര ചെയ്യുമ്പോൾ നീ ഏറ്റുവാങ്ങുന്ന സകല നൊമ്പരങ്ങളും സകല വേദനകളും ചെറുതും വലുതുമായ ചില മുറിവുകൾക്ക് ഒരു ഉത്തരമെന്നതുപോലെ നിനക്ക് കിട്ടണമെങ്കിൽ നീ യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി കമ്പയർ ചെയ്യും. നിന്നെ മുറിച്ചവരുടെ മുറിവേൽപ്പിച്ചവരുടെ ജീവിതവുമായി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് സൗഖ്യം കിട്ടില്ല. നിന്നെ തകർത്തവരുടെ ജീവിതവുമായി നീ കമ്പയർ ചെയ്യരുതും. നിന്റെ കൂടെ പഠിച്ചവരുടെയോ നിന്റെ കൂടെ വളർന്നവരുടെയോ ആരുടെയും ലോകത്തിലെ ഒന്നിൻ്റെയും മേഖലയിൽ നീ കമ്പയർ ചെയ്യാൻ നോക്കിയാൽ ഒരു ഉത്തരവും കിട്ടില്ല. നിനക്കുള്ള ഏക ഉത്തരം, നിന്റെ ചോദ്യങ്ങൾക്കുള്ള ആകെ തുക യേശുവാണ്. അതാണ് പറഞ്ഞത് ശിമയോൻ യേശുവിനെ കയ്യിലെടുത്തുകൊണ്ട് പറഞ്ഞത്, സകല ജനത്തിനു വേണ്ടി അങ്ങൊരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇപ്പോൾ മാനസികവും ശാരീരികവുമായ പീഡകളിലൂടെ കടന്നു പോകുന്ന മക്കൾ, മരണഭീതിയിലൂടെ കടന്നു പോകുന്ന മക്കൾ, മനസ്സിൽ മുറിവേറ്റിരിക്കുന്ന മക്കൾ, ഹൃദയം തകർന്നിരിക്കുന്ന മക്കൾ, ഉറക്കമില്ലാതെ വിഷമിക്കുന്ന മക്കൾ, അവരെല്ലാവരെയും നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മരണം മാത്രമേ ഉള്ളൂ മുമ്പിൽ, ആത്മഹത്യ മാത്രമേ ഉള്ളൂ മുമ്പിൽ എന്ന് ചിന്തിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഈ ബോധ്യം കൊടുത്തുകൊണ്ട് യേശുവിനോടൊപ്പം ജീവിക്കുവാൻ, ആ സകലം യേശുവിനോടൊപ്പം ചേർത്ത് വെക്കുവാൻ ഈ ശുശ്രൂഷ കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.